ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഷിഫൂസ് കിച്ചൻ ടൂറിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മിച്ചറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് സിമ്പിളായിട്ട് റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മിച്ചറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഞാൻ ഈ മിച്ചർ റെഡിയാക്കിയിട്ടുള്ളത് ചെറുപയർ വെച്ചിട്ടാണ്. ഞാൻ ഈ മിച്ചർ റെഡിയാക്കിയിട്ടുള്ളത് നമുക്ക് റേഷൻ കിറ്റിലൊക്കെ ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും കിട്ടിയിട്ടുണ്ടാവും. നമുക്ക് റേഷൻ കിറ്റിലൊക്കെ കിട്ടുന്ന ചെറുപയർ വെച്ചിട്ടാണ് ഞാൻ ഈ മിച്ചർ റെഡിയാക്കിയിട്ടുള്ളത്. നമുക്ക് സിമ്പിളായിട്ട് തന്നെ റെഡിയാക്കാൻ പറ്റിയിട്ടുള്ളതാണ്. അപ്പം നമുക്കിത് എങ്ങനെ റെഡിയാക്കുന്നതെന്നുള്ളത് നോക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 3/4 കപ്പ് ചെറുപയറാണ് എടുത്തിട്ടുള്ളത്. അപ്പം നമുക്ക് ഫസ്റ്റ് നമ്മുടെ ചെറുപയർ ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം നമുക്കിതൊരു 2 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിരാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പം ഞാൻ ചെറുപയറൊക്കെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഞാനിപ്പോൾ ഒരു 3 മണിക്കൂറാണത് കുതിരാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുള്ളത്. അപ്പം നമുക്കിത് ഫസ്റ്റ് തന്നെ നമുക്കിതൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഒരു ബൗളെടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഒരു അരിപ്പ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇത് ഇട്ട് കൊടുക്കുന്നത്. ഒരു 1.5 കപ്പ് കടലമാവാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഈ കടലമാവ് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കാം. നമ്മളിത് കുഴച്ചെടുക്കുമ്പോൾ ഇതിൽ കട്ടയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുഴച്ചെടുക്കാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ അരിച്ചെടുക്കുന്നത്. നമ്മൾ കേക്കിന് ചെയ്യുന്നത് പോലെ 3 പ്രാവശ്യം അരിച്ചെടുക്കൊന്നും വേണ്ട. ഇതുപോലെ ഒരു പ്രാവശ്യം അരിച്ചെടുത്താൽ മതി. അപ്പം ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കാം. ഇപ്പം ഞാനിത് നല്ലതുപോലെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് അരിപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അരിപ്പൊടി നമ്മൾ അരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ പത്തിരിപ്പൊടി അരിപ്പൊടി ഏതായാലും നമുക്ക് കുഴപ്പമില്ല, അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നമ്മൾ കൂടി പോവാതെ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം. നമ്മൾ ഇടിയപ്പത്തിനൊക്കെ കുഴക്കുന്നത് പോലെ ആ ഒരു ഇതിലാണ് നമ്മൾ കുഴച്ചെടുക്കേണ്ടത്. അപ്പം ഇനി നമുക്ക് കൂടുതൽ വെള്ളം ഒരുമിച്ചിട്ട് ഒഴിക്കരുത്, അപ്പോൾ വെള്ളം കൂടിപ്പോവും. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ നമുക്ക് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇനി നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പം നമ്മളിത് നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല ടൈറ്റായിട്ടും വേണ്ട, നല്ല ലൂസായിട്ടും വേണ്ട. നമ്മൾ ഇടിയപ്പത്തിൻ്റെ ഒക്കെ ആ മാവ് എടുക്കൂല, അത് അത്ര ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലൂടെ കുറച്ച് സൺഫ്ലവർ ഓയിൽ നമുക്ക് തേച്ച് കൊടുക്കാം. നമ്മളെ കയ്യിൽ കുറച്ചാക്കിയിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലൂടെ കുറച്ച് തേച്ച് കൊടുക്കാം. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഞാനിതുപോലെ ഇടിയപ്പം റെഡിയാക്കുന്ന അച്ചാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇതുപോലെയുള്ള അച്ചാണ്. ഇനി നമുക്ക് നമ്മുടെ കയ്യിൽ കുറച്ച് എണ്ണ തടവിയിട്ട് നമ്മുടെ ഇടിയപ്പത്തിൻ്റെ അച്ചിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുക. അതൊന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇതിലേക്ക് അച്ചെടുക്കുമ്പോൾ നമ്മൾ ഏറ്റവും ചെറിയ ഓളുള്ള അച്ചന്നെ ഇടാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. എങ്കിലേ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഈ ചെറുപയറിട്ട മിച്ചറുണ്ടല്ലോ, ചെറിയ നൂലായിരിക്കുമല്ലോ, അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ചെറിയ അച്ചന്നെ എടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് നമ്മുടെ അച്ച ഇതുപോലെ അങ്ങ് മുറുക്കി കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവ് നമ്മുടെ അച്ചിലേക്ക് നിറച്ച് കൊടുക്കാം. അപ്പം നമുക്ക് 2 പ്രാവശ്യമായിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. നമ്മുടെ അച്ചിൽ 2 പ്രാവശ്യമായിട്ടേ ഇത് കൊള്ളുള്ളൂ. അപ്പം ഇനി നമുക്കിത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. ഇപ്പം നമ്മുടെ അച്ചിൽ ഞാൻ ഇത്രയും മാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ ബാക്കിയുണ്ട്. അത് നമുക്ക് ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഞാനിപ്പോൾ ഗ്യാസിൽ ചട്ടി വെച്ചിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഞാനിപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കിത് ഇതുപോലെ അങ്ങ് നമ്മൾ ഇടിയപ്പത്തിനൊക്കെ പീച്ചി കൊടുക്കുന്നത് പോലെ ഇതുപോലെ അങ്ങ് തിരിച്ച് കൊടുക്കാം. അപ്പം നമുക്ക് ഇതുപോലെ ഒരു നൂലായിട്ട് ഇതിലേക്ക് നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ കയ്യിലേക്ക് നല്ലതുപോലെ ആവി വരും. അപ്പോൾ കൈയൊക്കെ പൊള്ളാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്കിതൊരു ക്രിസ്പി വരുന്നത് വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അത് നമുക്കിത് മിക്സ് ചെയ്തെടുക്കുമ്പോൾ തന്നെ നമുക്കിതൊരു ക്രിസ്പി ആയാൽ നമുക്കത് അറിയാൻ പറ്റും. അപ്പോൾ ഇനി നമുക്കിത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊരു ക്രിസ്പി ആയിട്ട് വരുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം.
അപ്പോൾ ഞാനൊരു 3-4 പ്രാവശ്യമായിട്ടാണ് ഞാനിപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവ് മുഴുവനായിട്ടും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ 2ാമത്തെ പ്രാവശ്യമാണ് ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് മുഴുവനായിട്ടും നമ്മുടെ മിച്ചറിൻ്റെ ഇത് മുഴുവനായിട്ടും ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ ഇത് മുഴുവനായിട്ടും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് മാറ്റി വെക്കാം. ഇനി നമ്മൾ നേരത്തെ കുതിർക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ള ചെറുപയർ ഒന്ന് ഊറ്റിയെടുക്കാം. ഞാൻ കുറച്ച് നേരത്തെ ഇതുപോലെ ഊറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ വേറൊരു പാനിലാണ് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അത് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് നമ്മുടെ ചെറുപയർ കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ മിച്ചർ ഫ്രൈ ചെയ്തെടുത്ത് എണ്ണയിൽ തന്നെ നമുക്ക് ചെറുപയറും ഫ്രൈ ചെയ്തെടുക്കാം, അത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ ആ മിച്ചറിൻ്റെ ചെറിയ ഇതൊക്കെ അതിൽ വീണുകൊണ്ട് നമ്മൾ ചെറുപയറും കൂടെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അത് നല്ലതുപോലെ കരിഞ്ഞിട്ട് വരും. അപ്പം നമ്മുടെ മിച്ചറിന് ടേസ്റ്റും മാറും, കളർ ചേഞ്ചൊക്കെ വരും. ഇപ്പം ഞാൻ ഫസ്റ്റ് ഇട്ട ചെറുപയർ ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചട്ടി മാറ്റിയിട്ട് 2ാമതാണ് ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുള്ളത്. ഇനി നമുക്കിതൊരു പകുതി വേവായിട്ട് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലതുപോലെ നമ്മുടെ കറിവേപ്പിലയും ചെറുപയറും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പം നമ്മൾ കറിവേപ്പിൻ്റെ ഇല നമ്മൾ ചെറുപയറിൻ്റെ ഒപ്പം ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ ചെറുപയർ ഒരു പകുതി വേവായതിൻ്റെ ശേഷം മാത്രം നമ്മൾ കറിവേപ്പില ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. നമുക്ക് രണ്ടും വേറെ വേണമെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കാം, അതൊന്നും കുഴപ്പമില്ല. അപ്പോൾ ഇനി നമുക്കിത് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ തീ മീഡിയത്തിലിട്ട് കൊടുക്കണം, അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പെട്ടെന്ന് തന്നെ ഫ്രൈ ആയിട്ട് വരും, കൂടുതൽ സമയത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇനി നമുക്കിത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ഇനി നമുക്കിതുപോലെ ഒരു അരിപ്പ വെച്ചിട്ട് അങ്ങ് കോരിയെടുക്കുക. ചെറുപയറായതുകൊണ്ട് നമുക്ക് കോരിയെടുക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പം ഞാനിതുപോലെ ഒരു അരിപ്പയിലാണ് കോരിയെടുക്കുന്നത്. ഇപ്പം നമ്മുടെ ഇതൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ചെറുപയറും കറിവേപ്പിലയും നമ്മുടെ മിക്സറിൻ്റെ അതൊക്കെ നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ആ മിക്സറിൻ്റെ ഇത് ചെറിയ നൂലായിട്ടാണല്ലോ നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുക. അപ്പം നമുക്ക് കൈ വെച്ചിട്ട് ഇത് നല്ലതുപോലെ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. നല്ലതുപോലെ പൊടിച്ചെടുക്കണ്ട, ഇതിങ്ങനെ ഒന്ന് പൊടിച്ചെടുത്താൽ മതി. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചെറുപയറും കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമുക്ക് ഇപ്പം എൻ്റെ കടലമാവ് നല്ല കളറുള്ളതുകൊണ്ട് ഞാനിതിലേക്ക് കളർ ചേർത്തിട്ടില്ല. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്താൽ നല്ലൊരു യെല്ലോ കളർ കിട്ടും. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മിക്സർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ വേറൊരു വീഡിയോസുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.